നൃത്തപരിപാടിക്ക് ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്നും താഴേക്ക് വീഴുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. വേദിയിൽ സംഘാടകർ കസേരകൾ നിരത്തിയത് നടക്കാൻ പോലും സ്ഥലമില്ലാതെ ഇന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റിപ്പോർട്ടിലേക്ക് ആദ്യം. അപകടം നടന്ന ശേഷവും യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും ഉണ്ടായിരുന്നില്ലെന്ന് സംഘാടകർ ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടയിലാണ് അതെല്ലാം പാടെ തള്ളിക്കൊണ്ട് 29 സെക്കൻഡ് നീണ്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ അപകടം നടക്കുമായിരുന്നില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മരണക്കെണിയൊരുക്കി സംഘാടകർ തട്ടിക്കൂട്ടി നിർമ്മിച്ച സ്റ്റേജിന്റെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറയുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. സ്റ്റേജിൽ നിരത്തിയിട്ട കസേരകൾക്കും ക്യൂ മാനേജറിനും ഇടയിലൂടെ MLA നടന്നുവന്ന് കസേരയിലിരിക്കുന്നു. 14 അടി ഉയരത്തിൽ നിർമ്മിച്ച സ്റ്റേജിൽ സംഘാടകർ ഒരുക്കിയത് ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാനുള്ള സ്ഥലം മാത്രം. കസേരയിൽ നിന്നും എഴുന്നേറ്റ് സംഘാടകരിൽ ഒരാളായ പൂർണിമയെ മറികടന്ന് മുന്നോട്ട് നീങ്ങുന്നതിനിടെ MLA കാലിടറി താഴേക്ക് വീഴുകയാണ്. വീഴാതിരിക്കാൻ ക്യൂ മാനേജറിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഉറപ്പില്ലാതിരുന്നതിനാൽ സ്റ്റാൻഡിനൊപ്പം MLAയും കോൺക്രീറ്റ് സ്ലാബിലേക്ക് വന്ന് വീഴുകയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ, ADGP ശ്രീജിത്ത്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, പരിപാടിയുടെ സംഘാടകർ എന്നിവരുടെ കൺമുന്നിൽ വെച്ചാണ് അപകടം നടന്നത്. ഉയരത്തിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ മുൻഭാഗത്ത് സുരക്ഷിതമായ സ്ഥലം ക്രമീകരിക്കാതിരുന്നതും സുരക്ഷാ ബാരിക്കേഡ് ഇല്ലാതിരുന്നതും അപകടത്തിന് കാരണമായെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. ഇത് കുറ്റക്കാരായിട്ടുള്ള കൊച്ചിൻ കോർപ്പറേഷൻ്റെയും GCDAയുടെയും പോലീസിൻ്റെയും ഒക്കെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമം കഴിഞ്ഞ 5 ദിവസക്കാലമായി നടക്കുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയായ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ് അപകടം നടന്ന 4ാം ദിവസം പുറത്തു വന്നത്. കൺമുന്നിൽ ഇത്രയും വലിയ അപകടം നടന്നതിന് ശേഷവും ഗിന്നസ് റെക്കോർഡിനു വേണ്ടിയുള്ള ഭരതനാട്യത്തിന് പുറമെ സംഗീത പരിപാടിയും നൃത്താവിഷ്കാരവും ആഘോഷവും ഒക്കെയായി സംഘാടകർ പരിപാടി തുടരുകയായിരുന്നു. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഗുരുതരമായ വീഴ്ചകളാണ് പുറത്തേക്ക് വരുന്നത്. അതിഥികളിലേക്ക് നമുക്ക് പോകാം. അരുൺ ദേവ്, പരാതിക്കാരൻ, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനു കിരീത്ത്, തിരക്കഥാകൃത്ത്, നമ്മോടൊപ്പം ചേരും. അമ്മു ഔസേപ്പ് പച്ചൻ, നൃത്ത അധ്യാപികയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ ദേവ്, പരാതിക്കാരനാണ് താങ്കൾ. ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയാണ് ഈ അപകടത്തിൻ്റെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഒരു തരത്തിൽ പോലും സുരക്ഷാ സംവിധാനത്തിന് ഇവർ വില നൽകിയില്ല, മാനിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് മറ്റ് ഗുരുതരമായ ആരോപണങ്ങൾ ഈ സംഘാടകർക്കെതിരെ കൂടി ഉയരുകയാണ്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്ക ലംഘനമുണ്ടായിട്ടുണ്ട്. തട്ടിപ്പടക്കം വ്യക്തമാക്കുന്ന തരത്തിലേക്ക് പരാതികൾ കൂടി വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. അപ്പോൾ നമ്മൾ കേവലം ഒരു കേസിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഗൗരവത്തോടുകൂടി ഈ കേസിൻ്റെ ഭാവിയടക്കം, കാരണം ഭാവിയടക്കം എന്ന് പറഞ്ഞത് മുൻനിരയിലുണ്ടായിരുന്ന ദിവ്യ ഉണ്ണി ഇപ്പോൾ ഇവിടെയില്ല, കേരളത്തിലില്ല, വിട്ടുപോയിരിക്കുന്നു, അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ തെളിവുകളൊക്കെ സംശീകരിക്കുന്നതിലടക്കം അനിശ്ചിതത്വം ഉണ്ടാകുന്നുണ്ടോ അരുൺ ദേവ്? ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതിലിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആൾ പുറത്തു പോയി എന്ന് നമുക്കെല്ലാവർക്കും ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടു. അപ്പോൾ ഓൾറെഡി ഇവർ പോയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഇങ്ങനത്തെ ഒരു ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ ഇതിലുണ്ടോ മുന്നോട്ട് പോകുന്നതുകൊണ്ടോ ബാക്കി കാര്യം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ സംഘാടകർ തന്നെ ഇന്നലെ നടത്തിയൊരു പത്രസമ്മേളനം അത് ഞാൻ കാണുകയുണ്ടായി. അതിൽ അവർ പറയുന്നത് കേട്ടു, അവരൊരു തുറന്ന പുസ്തകമാണ്, അവരുടെ ആ പുസ്തകം തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞ് അവർ പറഞ്ഞു തുറന്ന പുസ്തകമാണ്. അതേപോലെ തന്നെ എൻ്റെ പേര് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അവരൊരു ആരോപണം കൂടെ ഉന്നയിച്ചു. ഞാൻ കൊണ്ടുവന്ന ആൾക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് പാലാരിവട്ടം സ്റ്റേഷനെ സമീപിക്കാനുള്ള കാരണം. ഒരിക്കലും അതല്ല അതിൻ്റെ കാരണം ആദ്യം തന്നെ അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ കൊണ്ടുവന്ന ആൾക്കൊരു അവസരം കിട്ടിയില്ല എന്നതിലുപരി ഈ ഇന്നലെ ഈ സംസാരിച്ച നികോഷ് എന്ന് പറയുന്ന പുള്ളി ഞാൻ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്തുണ്ടായ പുള്ളിയുടെ മോശമായ സമീപനം, ആ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പല കാര്യങ്ങളിലും സംശയം തോന്നുന്ന രീതിയിലുള്ള, സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഇവരുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമായിരുന്നു എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ ഒരു അവസരം കിട്ടിയില്ല എന്നതല്ല ഒന്നാമതായിട്ട് ഇതിലേക്ക് ഉണ്ടായിട്ടുള്ള കാരണം. പിന്നീട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുകയാണ് എന്നുള്ളത് അറിഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇതേ ന്യൂസിൽ നിന്ന് ഞാൻ കണ്ടു, കണ്ണൂർ ഉള്ള ഒരു അധ്യാപകൻ ഈ ഗിന്നസ് റെക്കോർഡ് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇത്രയും ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ
വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ തന്നെ ധാരാളം തട്ടിപ്പ് നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും അവരുടെ ഭാഗം ഇത്രയും അധികം തെളിവുകൾ വന്നിട്ട് കാരണം ഇതിന്റെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ് ഈ ഗിന്നസിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു നാട്ടിലേക്ക് പുതുമയോടുകൂടി ഒരു കർത്തവ്യം ചെയ്യുമ്പോൾ അവിടെ എല്ലാം സുതാര്യമായിരിക്കണം. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഈ ഉമാ തോമസ് MLA വീണ സംഭവത്തിന് ശേഷം നമ്മൾ ഓരോ ദിശകളിലൂടെയും ഇവരുടെ ഉദ്ദേശശുദ്ധി അടക്കം പരിശോധിക്കുമ്പോൾ പല ശരികേടുകളും പുറത്തേക്ക് വരികയാണ്. ഞാനത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ സുരഭി എന്നൊരു നർത്തകി കഴിഞ്ഞ ദിവസം ഉയർത്തിയ ഗുരുതരമായ ഒരു പരാതി, അവിടെ അവർക്ക് ക്വാളിറ്റി ഒരു പ്രശ്നമേ അല്ല, ഈ പൈസയുടെ ക്വാണ്ടിറ്റിയാണ് അവർ നോക്കിയത് എന്നുള്ളതാണ്. കാരണം ക്വാളിറ്റി അല്ലെങ്കിൽ നൃത്തത്തിലെ അധ്യാപകർക്ക് കുട്ടികളെ എത്തിക്കുന്നവർക്ക് കമ്മീഷൻ നൽകുക, അത് എത്രത്തോളം ആളുകൾ എത്തുന്നോ അവർക്ക് കൈനീട്ടം എന്ന നിലയിൽ 1 ലക്ഷം വരെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം തോന്നിയതുപോലെയായിരുന്നു. അപ്പോൾ അത്രയും പണത്തിന് മൂല്യം നൽകിയ ആളുകൾ അവിടെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകിയില്ല. പിന്നീട് നമ്മൾ പറയുന്നത് പോലെ ആ കാശിൻ്റെ ക്വാണ്ടിറ്റി 3500 രൂപ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് വാങ്ങുമ്പോൾ 12,500 ആളുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്നും ഇത്രയും തുക വാങ്ങുന്നു, 5000 വെച്ച് 400 സംതിങ് ആളുകളിൽ നിന്നും പ്രത്യേകമായിട്ട് അല്ലാതെ വാങ്ങുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്പോൺസർഷിപ്പ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് കാശടിക്കാൻ നടത്തിയ ഒരു പരിപാടിയായി കൂടി ഇത് മാറുന്നില്ലേ? അവിടെയാണ് ഒരുപാട് പേരുടെ ഉത്തരവാദിത്തം മുന്നോട്ട് വരുന്നത്, GCD ആയാലും മറ്റുള്ളവരാകും. അപ്പോൾ ഇവിടെയൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഒരുപാട് ഇനിയും ഇതിൽ അന്വേഷണത്തിൻ്റെ പരിധി കൂടുമെന്നാണോ അരുൺ ദേവ് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇതിൽ ആദ്യം തന്നെ ഇവർ പറയുന്നത് 360 രൂപയാണ് ഇവർ വാങ്ങിയത്. ഇവരെ സംബന്ധിച്ച് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് 2 പേയ്മെൻറ്റേ ഉള്ളൂ. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ നിൽക്കട്ടെ. എൻ്റെ അടുത്തും അവർ ഇതേ കാര്യം ഉന്നയിച്ചിരുന്നു, അവർക്ക് 2 പേയ്മെൻറ്റേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ 2 പേയ്മെൻ്റ് ആകുമ്പോഴും ഇത്തരത്തിൽ ഇപ്പോൾ ഈ പങ്കെടുക്കുന്ന ടീച്ചർമാർ പൈസ വാങ്ങി എന്നുള്ളൊരു ആരോപണം അവർ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഈ ടീച്ചർമാർ പൈസ വാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എന്താണ്? അത് ഇവരുടെ ബില്ലില്ലാത്ത രീതിയിലുള്ള സമീപനമാണ്. കാരണം ഈ പേയ്മെൻറ്റ് വാങ്ങിയ സമയത്ത് ഇവരൊരു പ്രോപ്പർ ബില്ല് കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കൂട്ടി വാങ്ങാം. അപ്പോൾ അതിലേക്കുള്ള ഒരു വഴി വെട്ടിക്കൊടുത്തത് ഈ പറയുന്ന ഇവരാണ് എന്നുള്ളത് അവർക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ല. ഇത്രയും ആളുകൾ ഇത് വാങ്ങിയിട്ടും അവർ ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ. പിന്നെ അവരിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അവർ പറയുന്നു അവരൊരു തുറന്ന പുസ്തകമാണ്. എങ്ങനെയാണ് ഈ പുസ്തകം ഇന്ന് തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? 2-3 ദിവസമായിട്ട് ഇവർ ഒരു മാധ്യമങ്ങളെയും ഫേസ് ചെയ്തിട്ടില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചില്ല. ഇപ്പം ഇന്നലെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു. പുള്ളി പത്രപ്രവർത്തകനാണ്. ഒരു കാര്യം പോലീസിന്റെ കൺമുന്നിലൂടെ എയർപോർട്ട് വഴിയാണ് ദിവ്യ ഉണ്ണി പോയിരിക്കുന്നത്. അപ്പോൾ ദിവ്യ ഉണ്ണി ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണോ? ദിവ്യ ഉണ്ണിയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരുന്നില്ലേ ഈ കേസിൽ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പുള്ളി ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്തരം ഒരു പ്രശ്നം ഇതിന് മുമ്പ് ഉണ്ടായിട്ട് ഇത്രയും വലിയ ആളുകൾ ഇതിലുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോകാൻ? ഇതിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലാഭം പ്രതീക്ഷിച്ചിട്ടാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞ മാതിരി ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, ഇതിൽ ഇത്രയും വലിയ ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പം എന്നെ നിങ്ങൾ വിളിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ, ഇതിൽ ഇനി ഒരു ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം ഇതേ ഉദ്യോഗസ്ഥർ പോലീസുകാർ നോക്കി നിൽക്കെ ഇവിടെ നിന്നിട്ട് ഇവർ പോവുകയാണ് പുറത്തേക്ക്. അപ്പോൾ മറ്റു രീതിയിൽ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ളൊരു സമീപനമേ അല്ല. ഇന്ന് യാതൊരു വിധത്തിലുള്ളൊരു തടയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളൊരു കാര്യം ഉണ്ടായില്ല. ഇവർക്ക് പോകാനുള്ള മുഴുവൻ സുരക്ഷയും ഒരുക്കി കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിൽ. പിന്നെ ഇതേപോലെ തന്നെ ഈ വീണത് ഒരു MLA ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടില്ല. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ വിവരങ്ങൾ ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇവരോടൊരു വ്യക്തിവൈരാഗ്യമില്ല. എനിക്ക് നേരിട്ട മോശമായ അനുഭവം അതിനെ സംബന്ധിച്ച് ഞാൻ നടത്തിയ എനിക്കറിയാവുന്ന ആളുകൾ വഴി സംസാരിച്ചതിൽ ധാരാളം രീതിയിലുള്ള വീഴ്ച ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇത് മുന്നോട്ട് പോകുന്ന രീതിയിൽ പല രീതിയിലും ആളുകളെ കബളിപ്പിക്കപ്പെടുന്ന രീതിയിൽ ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ദിവ്യ ഉണ്ണിക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം ഞാൻ ആദ്യം തന്നെ ഇവരെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരെടുത്ത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇത് തട്ടിപ്പാണ് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അത് എന്ത് വന്നാലും അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും, അവരത് തിരിച്ചു പോകുന്ന, അതിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും തടയാൻ കഴിയൂല എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് അവരത് പറയുന്നത്? അത് ഈ ജനതയെ മൊത്തം ഇത്രയും ആളുകളെ അല്ലെങ്കിൽ ഇവിടുത്തെ ശരി, ഞാൻ അടുത്ത ഊഴം താങ്കളിലേക്ക് ശ്രീ അരുൺ ദേവ് മടങ്ങിയെത്താം. ഇപ്പോൾ നൃത്ത അധ്യാപകയുടെ പ്രതികരണം കൂടി നമുക്ക് അമ്മോ ഔസേപ്പച്ചനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശ്രീമതി അമ്മോ ഔസേപ്പച്ചൻ, കാരണം ഇത്രയും ഒരു പരിപാടിക്കൊക്കെ നൃത്ത പരിപാടി ഗിന്നസ് റെക്കോർഡ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നേരത്തെ തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തമിഴ്നാടിന് ശേഷം നമുക്കൊരു വലിയൊരു ഉന്നത
തലത്തിലേക്ക് നമ്മുടെ നാട് കൂടി എത്തുമ്പോൾ അതിനെ നല്ല രീതിയിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ അവിടെയാണ് ഈ പറഞ്ഞ സാമ്പത്തികത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത്, ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 3500 വാങ്ങുന്നു. അല്ലാതെ ഞാൻ നേരത്തെ വീണ്ടും ഞാനത് പരാമർശിക്കുന്നില്ല, എങ്ങനെയൊക്കെ സമ്പത്തിൻ്റെ ഒഴുക്കുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ തെറ്റായ കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കുന്നത്? ഇത്രയും അധികം പണം ഒരു പരിപാടിക്ക് വേണ്ടി വരുന്നതാണോ കേവലം ചിന്തിച്ചാൽ? ശരി. കാശിന്റെ കാര്യത്തില് നമ്മളിപ്പോ ഞാനും ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്, ഞാനും ഒരു ഡാൻസ് ടീച്ചർ തന്നെയാണ്. എനിക്ക് സദർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമി ഒരു 11 വർഷമായിട്ട് ഞാൻ റൺ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഡാൻസിന്റെ ഓരോ പ്രോഗ്രാമിനും നമുക്ക് ഫീസ് ഉണ്ടാവും. അത് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്കത് വാങ്ങിക്കുക തന്നെ ചെയ്യാം. ഒരുപക്ഷെ ഇപ്പോ നമ്മളൊക്കെ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസുകളാണ്. അപ്പൊ നമ്മള് ഫീസ് വാങ്ങിച്ചിട്ട് തന്നെയാണ് പ്രോഗ്രാമിന് നമ്മള് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഫീസ് എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അതിപ്പോ ചെറുതായാലും വലുതായാലും ഞങ്ങള് ഡാൻസ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ ആ ഫീസ് വാങ്ങിക്കുന്നത് നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്കത് ഞങ്ങളുടെ ഒരു ജോലി തന്നെയാണ്, അല്ലാതെ നമ്മൾ ഒരു സേവനത്തിന് ഇരിക്കുന്നതല്ല. ഡാൻസ് ടീച്ചേഴ്സ് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് നൃത്തം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കലയെ വിറ്റ് കാശാക്കുക എന്നൊരു രീതി അതില് ഇല്ല. നമ്മളുടെ ഉപജീവനമാണ്, പക്ഷെ അത് കല വിറ്റ് കാശാക്കുക. തീർച്ചയായും അത് അമ്മു ഞാനത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് അത് ഒരു ഉപാസനയായിട്ട് നൃത്തത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ ഓരോ ചിട്ടവട്ടങ്ങൾക്കൊക്കെ തന്നെ പൈസ മുടക്കുക തന്നെ നമുക്കൊരു കലോത്സവം വരുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇന്ന് ഈ ഒരു വേദിയിൽ ഒരു ഹ്യൂജ് എമൗണ്ട്, കാരണം സ്പോൺസേഴ്സ് ഉണ്ട്, വിവിധ തലങ്ങളിൽ സ്പോൺസേഴ്സ് ഉണ്ട്. അവർ തന്നെ എന്താണ് പറയുന്നത്, കല്യാൺ സിൽക്സ് ഒടുവിലിറക്കിയ അവരുടെ തന്നെ ഒരു കുറിപ്പ് എന്താണ്, 360 രൂപയ്ക്ക് ഞങ്ങൾ നൽകിയ കോസ്റ്റ്യൂം അതിന് ഈടാക്കിയ പണം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് പറയുമ്പോൾ കാശടിക്കാൻ കലയെ വെച്ച് ഇവർ കാശാക്കിയില്ലേ? കലൂരിൽ നടന്നത് അങ്ങനെ ആയിരുന്നില്ലേ? കല ബിസിനസ് ആവുന്നു. അതിന് ഏറ്റവും വലിയ കാരണമാവുന്നത്, എനിക്കിപ്പോ ഈ നൃത്തം ഞാൻ കണ്ടിരുന്നു, 12,000 പേരും മോശമായി കളിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ കേരളത്തിനെ ഇപ്പൊ സാറ് മുൻപ് പറഞ്ഞതുപോലെ തമിഴ്നാടിന് സ്വന്തമായിരുന്ന ഒരു റെക്കോർഡിനെ പൊളിച്ച് കേരളത്തിലേക്ക് വരിക. അതിനെ ഭരതനാട്യം എന്നാണ് ടൈറ്റിൽ ചെയ്യുന്നത്. അത് തമിഴ്നാടിന്റെയാണ് ഭരതനാട്യം ആർട്ട് ഫോം. കേരളത്തിന് സ്വന്തമായിട്ട് ആ ഭരതനാട്യത്തില് ഒരു റെക്കോർഡാവുമ്പോ അത് ഓരോ ഡാൻസേഴ്സിനെ, കേരളത്തിലെ ഓരോ നർത്തകിമാരെ സംബന്ധിച്ചും നൃത്ത അധ്യാപകരെ സംബന്ധിച്ചും വലിയൊരു അഭിമാനമാണ്. പക്ഷെ ആ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ഡാൻസ് ടീച്ചേഴ്സിനും ഓരോ നർത്തകർക്കും അപമാനകരമാവുന്ന കുറേ കാര്യങ്ങൾ, കുറേ ഒരു ബേസിക്സ് പോലും ചെയ്യാൻ പറ്റാണ്ട് അതില് കളിക്കുന്നു. അതും പ്രായഭേദം. ഇപ്പോ നല്ല കഴിവുള്ള കുട്ടികളെ റിഫൈൻ ചെയ്ത് എടുക്കാമായിരുന്നു. പിന്നെ ഈ റെക്കോർഡ് എനിക്ക് മനസ്സിലാവുന്നില്ല, 12,000 പേര് വന്ന് കളിച്ചു എന്ന് പറയുന്നതിൽ ഉള്ള റെക്കോർഡ് അത് ദിവ്യ മാമിന് കിട്ടുന്നു. ദിവ്യ മാം എന്ത് ഇനീഷ്യേറ്റീവാണ് ഇതിൽ എടുത്തിട്ടുള്ളത്? അവര് ആ 8 മിനിറ്റ് ഒരു കീർത്തനം, 8 മിനിറ്റ് ആണ് അതുള്ളൂ, 8 മിനിറ്റ് ഒരു കീർത്തനം ചെയ്തു എന്നതാണ്. 12,000 സ്റ്റുഡൻസ് മാമിന്റെ അല്ല. ഇപ്പൊ അത് 12,000 സ്റ്റുഡൻസിനെ ദിവ്യ മാം ഡയറക്റ്റ് പഠിപ്പിച്ചു. അതും ഒരു സേവനമായിട്ട് പഠിപ്പിച്ചു. ഇതൊരു ഗിന്നസ് റെക്കോർഡിലേക്കാണ് പോകുന്നത്. അല്ലാതെ നമ്മളൊരു ഫണ്ട് പിരിക്കാനുള്ള ഒരു പ്രോഗ്രാം അല്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ, ചെറിയ കുട്ടികൾക്കൊക്കെ അവസരം കൊടുക്കാൻ നമ്മളത് വേറൊരു ഇവന്റ് ആക്കണം, ഒരു ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം. ഇത് അങ്ങനെ ഒന്നും തന്നെയല്ല. ഇതൊരു ഗിന്നസ് റെക്കോർഡിലേക്ക് വലിയൊരു കാര്യമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിലെ പ്രസക്തി, ദിവ്യ മാമിന്റെ റോൾ എന്താണ് റെക്കോർഡ് കിട്ടാനുള്ളത് എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ അല്ല. പോരാത്തതിന് ഭരതനാട്യം, ഡാൻസ്, നൃത്തം, ശുദ്ധ നൃത്തം, ശാസ്ത്രീയ നൃത്തം എങ്ങനെയും കളിക്കാം, അതിന് ഒരു വാല്യൂ ചെക്ക് ഇല്ല എന്ന് പറയുന്നത് അപമാനകരമാണ്. സത്യം പറഞ്ഞ കലാലോകത്തിന് അപമാനിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോ ആർക്കും ഡാൻസ് നൃത്തം പഠിപ്പിക്കാം. നമ്മളൊക്കെ ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റി വെച്ചത് 0 വാല്യൂ ആവുകയാണ്. കാര്യം ഒന്നും തന്നെ പഠിക്കാത്ത കുട്ടികൾക്കും ഇനി നാളെ ഒരിക്കൽ വേറെ ഒരു തലമുറനെ. തീർച്ചയായും അതാണ് ഇതിന്റെ രസകരമായ ഒരു അപകടം അമ്മു ഔസേപ്പച്ചൻ. കാരണം ആർക്കും തോന്നിയതുപോലെ വേണമെങ്കിൽ അവർക്ക് ബോർഡ് വെക്കാം വീടിന്റെ മുന്നിൽ, ഞാനും അതാ കൊച്ചിയിലെ ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് മൃദംഗ വിഷന്റെ വാങ്ങിയ ആളാണ് എന്ന് ബോർഡ് വെച്ച് നാളെ തോന്നിയതുപോലെ ആർക്കും തുടങ്ങാവുന്ന അവസ്ഥ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം അമ്മു. ശ്രീ വിനു കിരിയത്ത്, താങ്കളും തിരുവനന്തപുരത്തെ നൃത്ത വിദ്യാലയ ദർപ്പണ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പങ്കാളിയാണല്ലോ.
ഇവിടെ ഇപ്പോൾ അമ്മ പറഞ്ഞത് വളരെ ഗൗരവമേറിയത്. തോന്നുമ്പടി ഇനി ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ സംഭവം പോയിട്ടുണ്ടോ? ഇവിടെ MLA ആയിട്ടുള്ള ഉമാ തോമസിന് അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഈ കാശ് മടിച്ച് പോയേനെ ആളുകൾ, ആരും ചോദിക്കാനുമില്ല. ഇന്നത്തെ വേദി നാളെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇവർ കൊണ്ടുപോകുമായിരുന്നു. ഹ്യൂജ് എമൗണ്ടാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റിങ്ങിനും വിധേയമാക്കാതെ കേരളത്തിൽ ചില പ്രാഞ്ചിയേട്ടന്മാർക്ക് വന്ന് കാശുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തും തോന്നിയതുപോലെ നടത്താമെന്നൊരു സ്ഥിതി, അത് ഗൗരവമേറിയതല്ലേ ശ്രീ വിനു കിരീത്ത്? പ്രത്യേകിച്ച് കല. പ്രജീഷ്, ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും വിനു കിരീത്തിന് ഡാൻസുമായിട്ട് എന്ത് ബന്ധം എന്ന് ചിലപ്പോൾ ചോദിക്കാം. നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ 2 സ്ഥാപനങ്ങളുടെ ഉടമകളുടെ, അതായത് നൃത്തം, ഗീതാ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചി ദർപ്പണ നൃത്തക്ഷേത്രം ഇപ്പോൾ 41 വർഷം കഴിഞ്ഞു. ആ ചേച്ചി 3 തവണ കേരള യൂണിവേഴ്സിറ്റി, അന്ന് കലാതിലകമല്ല ഓവറോൾ ചാമ്പ്യൻ, അന്ന് പുരുഷന്മാരിൽ നടൻ മുകേഷാണ്. പക്ഷേ ചേച്ചി ഡാൻസ് പഠിച്ചത് എൻ്റെ അച്ഛൻ കൊണ്ടുപോയത് ഭരതനാട്യം പഠിക്കാൻ തമിഴ്നാട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. വെമ്പട്ടി ചിന്നസന്ധ്യത്തിൻ്റെ അടുത്ത് കുച്ചിപ്പുടിയും, അടയാർ ലക്ഷ്മണൻ്റെ അടുത്ത് ഭരതനാട്യവും, നെല്ലിയോട് വാസുദേവൻ നമ്പൂരി അടുത്ത് കഥകളിയും, തിരുവല്ല പൊന്നമ്മയുടെ അടുത്ത് ഓട്ടംതുള്ളലും, സരസ്വതി മൽഹോത്ര അടുത്ത് നാടോടി നൃത്തവും. ഏത് ചേച്ചിയുടെ ചെറുപ്രായത്തിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ എൻ്റെ അച്ഛൻ മലയാളിയാണെങ്കിലും തമിഴ്നാട്ടുകാരനായതുകൊണ്ട് ക്ലാസിക്കൽ ഡാൻസിനോട് ഭയങ്കര ഇതുള്ളതുകൊണ്ട് അദ്ദേഹമാണ് ചേച്ചിയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നതും ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം പഠിപ്പിച്ചത്. ഇന്ന് റിഗാറ്റ, ദർപ്പണ, 2 സ്ഥാപനങ്ങൾ. ദർപ്പണയുടെ 41ാം വാർഷികത്തിൽ പ്രജീഷ് കൈപ്പള്ളിയും ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ഒരു വലിയ കല. ഇപ്പോൾ മത്സരിക്കുന്നു തമിഴ്നാടിനെ തോൽപ്പിക്കാൻ. തമിഴ്നാടിനെ തോൽപ്പിക്കുന്ന തമിഴ്നാട് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സ്റ്റേറ്റ് അല്ലേ? ഇവിടെ 12,000 പേരുടെ മോഹിനിയാട്ടം വെച്ചിട്ട് ഗിന്നസ് ബുക്കിൽ കയറൂ. ശ്രീ രവിശങ്കർ 1000 പേരുടെ മോഹിനിയാട്ടം വച്ചപ്പോൾ ഞാൻ ഈ പറയുന്ന ഗീതാ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻസ് പോയി. ആ 1000 പേരും മോഹിനിയാട്ടം പഠിച്ചവരാണ്. ഇന്ന് കേരളത്തിലെ പ്രശസ്ത ശ്രീലക്ഷ്മി, നമ്മുടെ ചലച്ചിത്ര താരം ശ്രീലക്ഷ്മി ഉൾപ്പെടെ കളിച്ച ഒരു പരിപാടി. അവർക്കൊക്കെ സർട്ടിഫിക്കറ്റും കിട്ടി 1000 പേർക്ക്. ഈ 12,500 പേര് ഭരതനാട്യം കളിച്ചു എന്ന് പറയുമ്പോൾ ഇന്നലെ എനിക്ക് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞത് 1,80,000 പേര് എൻ്റെ ഡിബേറ്റ്, എൻ്റെ പോർഷൻ മാത്രം കണ്ടിട്ട് അതിലെടുത്തിട്ടിരിക്കുകയാണ്. അവിടെ പോപ്കോൺ വിൽക്കുന്നവൻ പെട്ടെന്ന് ഭരതനാട്യം ഡ്രസ്സിട്ട് അവിടെ കളിക്കേണ്ടി വന്നു എന്ന്. കാരണം അവനും കൊടുക്കേണ്ടി വന്നു 3,500 രൂപ. നോക്കൂ, ഒരു നർത്തകി ചെയ്യേണ്ടത് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. 2 കൈയും വീശുന്ന ദൂരമാണ് ഒരു നർത്തകിക്കുള്ള സ്പേസ്. ആ ഗ്രൗണ്ടിൽ ദിവ്യ ഉണ്ണി, ഈ വിഷ്വൽ നിങ്ങളിപ്പോൾ കാണിച്ച വിഷ്വൽ വീണ്ടും ഒന്ന് കാണിക്കുമോ പ്ലീസ്? അവരെ ദിവ്യ ഉണ്ണിക്ക് അയിത്തമുണ്ടോ മറ്റ് കലാകാരികളോട്? ദിവ്യ ഉണ്ണി ഞാനും ഒരേ പ്രൊഫഷനാണ്, സിനിമയാണ്. ഞാൻ അവരെ വെച്ച് സിനിമ ചെയ്തിട്ടില്ല, എൻ്റെ നല്ല സുഹൃത്താണെന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരം ചെയ്തികൾ വിളിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. 2 കൈ വീശുന്ന ആ സ്പേസാണ് ഒരു നർത്തകിക്ക് ആവശ്യം. അത്രയും പേരെയും ശ്രീ രവിശങ്കർ ചെയ്ത പോലെ ഗ്രൗണ്ടിന് ചുറ്റും നിർത്തിയിട്ട് ദിവ്യ ഉണ്ണി സെലിബ്രിറ്റി ആണെങ്കിൽ അവർക്കൊരു ഒരു ഡയസ് ചെയ്ത് അവരെ പൊക്കി നിർത്തിയാൽ അവർക്ക് മറ്റുള്ള നർത്തകരെയും കാണാം, അവർക്കും കാണാം. ഇതിപ്പോൾ ദിവ്യ ഉണ്ണിയുടെ ബാക്ക് കാണാൻ വേണ്ടി മാത്രം 12,500 പേര് 5,000-6,000 രൂപ മുടക്കിയപ്പോൾ ദിവ്യ ഉണ്ണി പറയണമായിരുന്നു, ഞാനൊരു കലാകാരിയാണ്, അവിടെ കൂടെ കളിക്കുന്നതും കലാകാരികളാണ് എന്ന് ദിവ്യ ഉണ്ണി പറയണമായിരുന്നു. ഇത്തരം പ്രവണതകളെ ഇനി ആരായാലും ഞാൻ വിമർശിക്കും. നോക്കൂ, ഇവിടെ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം പറയുന്നു സംഘാടകർക്ക് പാളിച്ച പറ്റിയില്ലാന്ന്. പ്ലാസ്റ്റിക് കസേരയിൽ സ്റ്റേജ് കെട്ടുന്നതാണോ? സജി ചെറിയാൻ പറഞ്ഞ എന്താണ്? സജി ചെറിയാൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. സജി ചെറിയാൻ പറഞ്ഞു, എൻ്റെ ഗൺമാൻ ആദ്യമേ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് സുരക്ഷയില്ലാത്ത ഒരു സംഭവമാണ്, എൻ്റെ ഉള്ളിലും മനസ്സിലും തോന്നിയതാണെന്ന്. അപ്പോൾ അവിടെ ഇരുന്ന എല്ലാവർക്കും തോന്നി ഇത് തട്ടിക്കൂട്ട് സ്റ്റേജാണ്, തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ആദ്യം തന്നെ തോന്നിയെങ്കിൽ എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി GCDയുടെ ചെയർമാൻ എന്താണ് അദ്ദേഹം ഇരുന്ന കൈയൊക്കെ താളം പിടിച്ചിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഈ സുരക്ഷിതമല്ലാത്ത ആ ചരട് പിടിച്ചും നൂല് പിടിച്ച് കെട്ടിയ ഒരു വേദിയിൽ. അപ്പോൾ കണ്ടിട്ടും മിണ്ടാതെ ഇത് ആസ്വദിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മന്ത്രി വിലപിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ ഇടപെടേണ്ട സംവിധാനങ്ങളെല്ലാം അവിടെ നിശ്ചലമായി. അപ്പോൾ അത് കാശിൻ്റെ തൂക്കമാണോ അത്? എൻ്റെ പ്രതീക്ഷ, ഞാനൊരു കാര്യം പറയട്ടെ. മന്ത്രി നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ അതിഗംഭീരമായിട്ട് നടത്തിയൊരു മന്ത്രിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും നല്ല ഫിലിം ഫെസ്റ്റിവൽ 29th ഫിലിം ഫെസ്റ്റിവൽ ഈ മന്ത്രിയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹം വന്ന് കാണുമ്പോൾ ആ വേദിയിൽ അതിന് പറയുന്നത് ക്യൂ മാനേജർ എന്നാണ് അതിന് പറയുന്നത്, ഒരു റിബൺ കെട്ടിയിട്ട് ആ വേദിയിൽ ഇരിക്കുമ്പോൾ മന്ത്രി ഞാൻ കണ്ടു ആ സ്റ്റേജ് പെർഫെക്റ്റ്. ആ നിമിഷം നിർത്തണമായിരുന്നു. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു MLA ഒരു വനിത വീണപ്പോൾ ആ സ്പോട്ടിൽ
ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത്. നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒരാൾ വീണ് കഴിഞ്ഞാൽ കയ്യും കാലും പിടിച്ച് പൊക്കുന്നതല്ല, അവരുടെ റിബ്സ് ഒടിഞ്ഞിരിക്കുകയാണ്. കയ്യും തലയും പൊക്കുമ്പോൾ അവരുടെ റിബ്സ് എന്തുമാത്രം ആ സ്ത്രീ വേദനിച്ചിരിക്കും. ഇതൊക്കെ നമ്മളൊക്കെ പ്രോഗ്രാം, ഞാൻ ഇവൻ്റ് ഒരുപാട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവിടെ ഒരു ആംബുലൻസ് ഇല്ല, അവിടെ ഒരു ഡോക്ടർ ഇല്ല, അവിടെ അനൗൺസ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ അവിടെ ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് ബുക്കല്ല അവിടെ വലുത്. അവിടെ അനൗൺസ് ചെയ്യണം ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ വേഗം വരുവാൻ. ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ല. ഞാനിത് വളരെ വിഷമിച്ച് പറയാണ്. 5 കുട്ടികൾ കുസാറ്റിൽ മരിച്ചിട്ട് ഒരു നിസ്സാര നിമിഷങ്ങളെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴും ഇവിടെ എല്ലാം സംഭവിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നു. അവിടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, മന്ത്രിയുണ്ട്, MLA ഉണ്ട്. പാവം നോക്കൂ, ഒരു സ്ത്രീ വീണിട്ട് ദിവ്യ ഉണ്ണി ഈ നിമിഷം വരെ അവർ അമേരിക്ക ഒന്ന് ആശുപത്രിയിൽ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിച്ചോ? നോക്കൂ, ഒരു അമ്മയുടെ വേദന മകന് മാത്രമേ അറിയാവുള്ളൂ, നമുക്കാർക്കറിയില്ല. എൻ്റെ രാഷ്ട്രീയം അതല്ലെങ്കിൽ ഞാൻ പറയാണ്, ആ വിഷ്വൽസ് കണ്ടാൽ സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ദിവ്യ ഉണ്ണിയുടെ മറ്റേ വണ്ടി എന്താണ് പറയുന്നത്, ഓബി വാൻ, സോറി എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, നമ്മുടെ കാരവാൻ, ഇപ്പോൾ അതാണല്ലോ, കാരവാനുണ്ട്, പക്ഷെ ഒരു ആംബുലൻസ് ഇല്ലാന്ന്. ഫസ്റ്റ് എയ്ഡ് എവിടെ? ഡോക്ടേഴ്സ് എവിടെ? ആ സ്ത്രീക്ക് ഇനി 2 കൊല്ലമെങ്കിലും വേദികളിലേക്ക് വരാൻ പറ്റില്ല. ഒരു MLA ആണ്. ഇതെന്തൊരു വിരോധാഭാസമാണിത്. സംഭവിച്ചതിന് ശേഷം ഇത് പറയുന്നതിന് മുമ്പേ മന്ത്രി പറഞ്ഞത്, വീഴ്ചയില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റാണ്. ഇതിൽ പൈസ വെട്ടിപ്പുണ്ടെന്നുള്ള തെളിവ് 12,500 പേര് പങ്കെടുത്തു, പ്ലസ് ഓഡിയൻസ് വേറെ, ബാക്കി കമ്മിറ്റിക്കാർ, മന്ത്രിമാർ. ഒരു മിനിമം 1000 പേർക്ക് ഒരു പോലീസാണെങ്കിൽ അവിടെ എത്ര പോലീസ് വേണം? അവിടെ അവർ ലുബ്ധിച്ചു പൈസ. 2 കസേരയിൽ സ്റ്റേജ് കെട്ടി, അതിൽ ലുബ്ധിച്ചു. നോക്കൂ, സംഘാടകരെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. GCDA എന്ന് പറയുന്ന അവർ പെർമിഷൻ കൊടുത്തെങ്കിൽ ഒരു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ന്യൂസിലൊക്കെ കണ്ടു ചെന്നപ്പോൾ അവിടെ സ്റ്റേജ് ഇല്ല. വൈകുന്നേരമാണ് പരിപാടി അല്ലെങ്കിൽ രാവിലെയാണ് പരിപാടിയെങ്കിൽ സ്റ്റേജ് ഇല്ലെങ്കിൽ അത് എഴുതി വാങ്ങിക്കണ്ടേ? ഞാനൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുമ്പോൾ മൈക്ക് ഓർഡർ. തീർച്ചയായും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ പാളിച്ചകളായിരുന്നു, അങ്ങനെ മനഃപൂർവ്വമുള്ള പാളിച്ചകൾ എന്ന് പറയേണ്ടി വരും. ശ്രീ വിനു കുരുത്ത്, അതിവേഗം ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം അവസാന ഘട്ട ചർച്ചയിലേക്ക് എത്താം. ഇത് എന്താ പറയുന്നത്, ഈ അവാർഡ് അല്ലെങ്കിൽ ഈ ഗിന്നസ് റെക്കോർഡ് മേലധികാരികളടുത്ത് പറഞ്ഞിട്ട് ഇത് ക്യാൻസൽ ചെയ്യണം. കാരണമെങ്കിൽ ഇത് പണം കൊണ്ട് മാത്രം കേട്ടുന്ന ഒരു അവാർഡാണ് ഗിന്നസ് റെക്കോർഡ് എന്ന് വെച്ചാൽ അവർക്കും മോശം, നമുക്കും മോശം. ദിവ്യ ഉണ്ണി ഒറ്റയ്ക്ക് ഒരു 6 മണിക്കൂർ ഒരു ഭരതനാട്യ കച്ചേരി ചെയ്യട്ടെ, എന്നിട്ട് അവാർഡ് മേടിക്കട്ടെ, അല്ലെങ്കിൽ ഗിന്നസ് കയറട്ടെ. അല്ല 12,000 കുഞ്ഞുങ്ങൾ അവരുടെ ചെലവ്, അമ്മ ഔസേപ്പിച്ച് പറഞ്ഞ പോലെ ഇതിനകത്ത് ഡെഡിക്കേഷനായിട്ട് ഈ നൃത്തത്തെ കാണുന്ന ഒരുപാട് പേരുണ്ട്. നേരത്തെ പറഞ്ഞ പോപ്കോൺ വിൽക്കുന്നവനെ വരെ വന്ന് ഡ്രസ് ചെയ്യിപ്പിച്ച് സ്റ്റേജ് കയറ്റിയെങ്കിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അതിവേഗം ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. ശ്രീ അരുൺ ദേവ് ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ, ശ്രീ അരുൺ ദേവ്, ദിവ്യ ഉണ്ണി താങ്കളുടെ പേര് പരാമർശിച്ചാണല്ലോ ഈ ഇന്നലെ അഭിപ്രായം പറയുകയും പ്രതികരണം നടത്തുകയും ചെയ്ത്. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് വന്നുപെടുന്നത്? കാരണം ഒരു സുതാര്യക്കുറവ് ഉണ്ട് എന്ന് താങ്കൾക്ക് തുടക്കത്തിലേ തോന്നിയോ? ഇന്നലെ ശ്രീ അരുൺ ദേവ്, ഒന്നാമത്തെ കാര്യം, ഇന്നലെ ദിവ്യ ഉണ്ണി എൻ്റെ പേര് പരാമർശിച്ചത് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ മറ്റവർ പറഞ്ഞത് ഞാൻ കേട്ടു, സംഘാടകർ പറഞ്ഞത് ഞാൻ കേട്ടു. ദിവ്യ ഉണ്ണി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളതിന് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനിൽ നിന്ന് കാണുന്നു. എൻ്റെ ഒരു സുഹൃത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഇവർ അവസരം ഇല്ല, എല്ലാം ഫില്ലായി എന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മറ്റൊരു സുഹൃത്ത്, എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരൻ അതിലുള്ള 1-2 ആളുകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇതേ നമ്പർ, ആദ്യം തന്നിരുന്ന നികേഷ് എന്ന് പറയുന്ന ആളുടെ നമ്പർ വീണ്ടും തരുന്നു. ഈ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഇവരെ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചു, പുള്ളി ആദ്യം തന്നെ എന്നോട് പറഞ്ഞു അവസരം ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ കോൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്ന ആൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്. അപ്പോൾ പുള്ളി ഭയങ്കര മോശമായ രീതിയിൽ തെറിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അയാളോട് സോറി പറയുന്നു, ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നു. ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഈ വിളിക്കാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു, വളരെ മോശമാണെന്ന് പറയുന്നു, ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം അവരെ അറിയിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് വീണ്ടും വരെ വിളിക്കുന്നത്.
ആ വിളിച്ച പ്രകാരം ഷമീർ എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു. ഷമീർ എന്നെ ബന്ധപ്പെട്ട് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ബുധനാഴ്ച എനിക്ക് ആദ്യം തന്നെ ഇവർ വീഡിയോ അയച്ചു തന്നു. അത് പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഡ്രസ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ തരുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ടോട്ടൽ 4500 ആ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 4500 പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് UPI നമ്പർ UPI ID ആവശ്യപ്പെട്ടു. ഞാൻ ഇവർക്ക് എൻ്റെ UPI ID കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ UPI ID കൊടുത്തിട്ട് ഇവർ അതിലേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇവർക്ക് എറർ വരുന്നു എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ എടുത്ത് ഞാൻ അതിന് റിക്വസ്റ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വീണ്ടും ഇവർ ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഗൗരവത്തോടുകൂടി ഈ സംഭവത്തെ പോലീസ് സമീപിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഭാവി സംബന്ധിച്ച് എന്താണ്? ഇത് ഒരുപാട് വശങ്ങൾ ഇതിൻ്റെ പരിശോധിക്കേണ്ടതാണ്, സാമ്പത്തികമടക്കം. ആ രീതിയിലേക്കൊക്കെ ഈ അന്വേഷണം നീങ്ങുമെന്ന പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? ചുരുക്കി മറുപടി. ഇല്ല, ഒരിക്കലും എനിക്കിതിൻ്റെ അന്വേഷണം ഇനി ഈ പറഞ്ഞ രീതിയിൽ നടക്കും എന്നുള്ളൊരു ഇതെനിക്കില്ല. കാരണം ഒന്നാമത് ഇവർ പോയി എന്ന് ഇവിടുന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർ പോയി എന്ന് പറയുന്നു. ഇതിൽ ഇപ്പോൾ ദിവ്യ ഉണ്ണിക്ക് പങ്കില്ല എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നു, SP പറയുന്നുണ്ട് അവരെ വേണ്ടി വന്നാൽ വിളിപ്പിക്കുമെന്ന്. ഇപ്പം അല്ല, വേണ്ടി വന്നാൽ വിളിപ്പിക്കും എന്ന് പറയുന്നതല്ലേ. എത്ര പേര് ഇവിടുന്ന് പോയവർ ഇതേപോലെ വിളിപ്പിച്ചിട്ട് വരാത്തവരുണ്ട്. അവർ വന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? അവർ ഇതേപോലെ ഒരു മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കോ വേണ്ട കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു എന്ന് വെക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ തുറന്ന പുസ്തകമാണ്, അവർക്ക് 3,54,00,000 രൂപ എങ്ങാണ്ട് ഇവർക്ക് കിട്ടിയെന്നാണ് ഇവർ പറഞ്ഞത്. അതിൽ 3,10 ഇവർക്ക് ആയി എന്ന് പറയുന്നു. ഇതൊരു കണക്കാണ്. ഇതിൽ എങ്ങനെ പോയി എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അവരുടെ ലാഭമോ അവരുണ്ടാക്കിയിട്ടുള്ള ബാക്കി കാര്യങ്ങളോ അല്ല പറയുന്നത്. അവരിപ്പം 5 കോടിയോ 10 കോടിയോ അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ ആ പൈസ ഉണ്ടാക്കിയ രീതി ഒന്ന് പറ്റിക്കപ്പെട്ടു, ഒരുപാട് പേരെ പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ അവരുണ്ടാക്കിയ ലാഭം അതുവഴി ഇവർ മുന്നിൽ നിർത്തിയ ആളുകൾ അവരെ വെച്ചിട്ട് ഇവർ പോയ റൂട്ട്, ഇതിൽ എന്തൊക്കെ രീതിയിലുള്ള നുണകൾ ഇവർ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ള പ്രധാന പ്രശ്നം. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അമ്മോ ഔസേപ്പച്ചൻ, അതായത് ഈ നമ്മൾ കൂടി നൃത്ത അധ്യാപകരായ രക്ഷിതാക്കളൊക്കെ കരുവാക്കപ്പെട്ടിട്ടുണ്ടോ ഈ സംഭവത്തിൽ? കാരണം ദിവ്യ ഉണ്ണിയുടെയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി കഴിഞ്ഞാൽ എത്ര പൈസ കൊടുത്തായാലും എൻ്റെ മകൾക്കൊരു ഉപഹാരം കിട്ടട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസിക സ്ഥിതി. ഈ സംഭവം അതൊരു പാഠമാവുകയാണോ? അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുന്ന പരിപാടിയിൽ ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസിനെ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമായി ഇത് മാറുന്നുണ്ടോ ഈ സംഭവം? അവസാനമായി അത് നൃത്തത്തിന് ഇപ്പൊ നമ്മളുടെ യൂത്ത് ഫെസ്റ്റിവൽ ആണ്, യുവജനോത്സവങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് വേദി എന്ന് കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്. 100% അല്ല എങ്കിൽ കൂടിയും കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്. അതേ യുവജനോത്സവ വേദിയിൽ നിന്ന് കയറി വന്ന ആളാണ് ഞാൻ. കാര്യം ഞാൻ കോട്ടയത്തിന്റെ ലാസ്റ്റത്തെ കലാതിലകാണ്, MG യൂണിവേഴ്സിറ്റി വിന്നറാണ്. അതും ഭരതനാട്യമായിരുന്നു എന്റെ മെയിൻ ഇവന്റ്. അതിനോട് ആ ഒരു ഇനത്തിനോട് ഡെഡിക്കേഷൻ മൂത്തിട്ട് തന്നെയാണ് എന്നോട് പലവരും ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവണം, എന്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനൊക്കെ മറികടന്ന് അത് എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. എനിക്ക് പോയി ഡിഗ്രി ആയിട്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് ഒരു ഡാൻസ് ടീച്ചർ ആവാനല്ല ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേണമെങ്കിൽ BA ഭരതനാട്യം പഠിക്കുമ്പോൾ തന്നെ ഒരു സ്ഥാപനം ഇടാമായിരുന്നു. ഞാൻ അതിനോട് കാണിച്ചൊരു നീതിയാണ്. BA ഭരതനാട്യം കഴിഞ്ഞ് MA ഭരതനാട്യം ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സ്ഥാപനം ഇട്ടത്. സദർ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോഴും എനിക്ക് അതിന് അസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. എന്നോട് പലരും ഉപദേശിച്ചു. ഒരു പക്ഷെ ഈ ഫീൽഡിൽ നിന്ന് എന്റെ ഗുരുക്കന്മാർ പോലും എന്നോട് പറഞ്ഞു, അമ്മു ഇങ്ങനെ ഇത്രയും ലൈഫ് പോലും മാറ്റിവെച്ച് ശബ്ദവും കളഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഷ്ടപ്പെട്ടൊരു 5-6 വർഷം എടുത്ത് അരങ്ങേറ്റമൊക്കെ ചെയ്യിപ്പിക്കുമ്പോ ഇവിടെ മറ്റു സ്ഥാപനങ്ങള് കുറെ പേരെങ്കിലും 6 മാസത്തിൽ അരങ്ങേറ്റം നടത്തുന്നതുണ്ട്. അത് നമുക്ക് മൂക്കത്ത് കൈവച്ച് പോകുന്ന അത്രയും മോശം അവസ്ഥയിലാണ് അരങ്ങേറ്റങ്ങൾ നടത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡാൻസിന് ഒരു ക്വാളിറ്റി ചെക്ക് വരാത്തതെന്ന് അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഇപ്പൊ കാശിന്റെ ഒരു തട്ടിപ്പ് വന്നത് കൊണ്ടും ഉമാ മാം വീണത് കൊണ്ടും ഒരു VVIP വീണത് കൊണ്ടുമാണ് ഇത്രയും ചർച്ചയിലേക്ക് പോകുന്നത്. നൃത്തത്തിന് എന്തുകൊണ്ട് അത് നമ്മളുടെ സാംസ്കാരിക പൈതൃകം പോലെ തന്നെയാണ്. നമുക്ക് നമ്മളുടെ സംസ്കാരത്തിനോട് ഒത്ത് നിൽക്കുന്ന ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഭാരതീയ പാരമ്പര്യമുള്ള ഒരു ആർട്ട് ഫോമാണ്. എന്തുകൊണ്ട് വാല്യൂ ചെക്ക് ചെയ്യുന്നില്ല? വരും തലമുറയ്ക്ക് പണം തട്ടിപ്പ് പോലെ തന്നെയാണ്
മൂല്യം ഇല്ലാണ്ട് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോ, അതുപോലെ തന്നെ കാശ് വെച്ച് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു നൂലിൽ കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഇപ്പൊ നമ്മള് ഒരു ഫീസ് ചോദിക്കുമ്പോൾ ഉടനെ ഇനി ഇത് തട്ടിപ്പാണോ എന്നൊരു അവസ്ഥയിലേക്ക് മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. കാര്യം എന്താ വെച്ചാൽ നന്നായി പഠിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ നന്നായി പഠിപ്പിച്ചാൽ ഇനിയത് പണമിടപാട് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല? നൃത്തത്തിന് അതിൻ്റെതായ ഒരു ശരി 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 അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. ക്വാളിറ്റി ചെക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ വിനു ഗിരിത്ത്, അവസാനമായി ചുരുങ്ങിയ വാക്കുകളിൽ, കാരണം കൂടെ പോലെ ഈ ഇവന്റ് മാനേജ്മെന്റുകൾ തലപൊക്കുന്ന സമയമാണ്. കാശുമായി ആര് വന്നാലും കേരളത്തിൽ എന്ത് നടക്കുമെന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, സുരക്ഷ ഇല്ലാതെ പോകുന്ന ഇത്തരം പരിപാടികൾക്കൊക്കെ ഇതൊരു കണ്ണു തുറക്കേണ്ട ഒരു സംഭവമായി മാറേണ്ടതല്ലേ? വടക്കൻ വീരഗാഥയിൽ ചന്തു പറയുന്നുണ്ട്, ചന്തുവിൻ്റെ ജീവിതം പിന്നെ ബാക്കി. മലയാളികളുടെ അബദ്ധങ്ങളിൽ ചെന്ന് പെടാൻ അല്ലെങ്കിൽ ചതിയിൽ ചെന്ന് പെടാൻ പിന്നെയും മലയാളിയുടെ ജീവിതം ബാക്കി. വീണ്ടും ഒരു ചതിയിൽ പെടുന്നവരെ മറ്റൊരു ഡിബേറ്റുമായി വീണ്ടും കാണാം. നമസ്കാരം. ശരി, വളരെയധികം നന്ദി ശ്രീ വിനു കിരിയത്ത്. ഒപ്പം തന്നെ അരുൺ ദേവ് പരാതിക്കാരനാണ്, ഒപ്പം നൃത്ത അധ്യാപികയായ അമ്മു ഔസേപ്പച്ചൻ ഈ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയതിന്.